നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഓർഗാസത്തെക്കുറിച്ചാണ്. മൾട്ടിപ്പിൾ ഓർഗാസം എന്ന് പറയുന്നത് ഒരേ ലൈംഗിക ഉത്തേജനത്തിനിടയിൽ ഒന്നിലധികം തവണ ഓർഗാസം അനുഭവപ്പെടുന്നതാണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സംഭവിക്കാം. എന്നാൽ വ്യക്തികൾക്കിടയിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട്. സ്ത്രീകളിൽ ഓർഗാസം കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും ഉത്തേജനം തുടരാൻ കഴിയുന്നവർ ഉണ്ട്, ചിലർക്ക് മാത്രം. ചിലർക്ക് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഓർഗാസം ഉണ്ടാകാം. ചിലർക്ക് കുറച്ച് മിനിറ്റുകളുടെ ഇടവേള ആവശ്യമായിട്ട് വരാം. ചിലർക്ക് ഒരേ അനുഭവത്തിൽ പലതവണ ഓർഗാസം ഉണ്ടാകാം. സ്ത്രീകളിൽ ഓർഗാസം കഴിഞ്ഞുള്ള റിഫ്രാക്ടറി പീരീഡ് ശരീരത്തിന് വീണ്ടും ഓർഗാസം നേടുന്നതിന് ആവശ്യമായ റിക്കവറി സമയം പുരുഷന്മാരെ അപേക്ഷിച്ച് പലപ്പോഴും കുറവായിരിക്കും. ചിലവരിൽ ഇത് വളരെ ചെറുതായിരിക്കും. പുരുഷന്മാരിൽ സാധാരണയായി ഇജാക്കുലേഷൻ കഴിഞ്ഞ് ഒരു റിഫ്രാക്ടറി പീരീഡ് ഉണ്ടാകും. ഈ സമയത്ത് വീണ്ടും ഇറക്ഷൻ അല്ലെങ്കിൽ ഓർഗാസം നേടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ദൈർഘ്യം വ്യക്തിയുടെ പ്രായം, ആരോഗ്യസ്ഥിതി, ഉത്തേജനം തുടങ്ങിയവയെ ആശ്രയിച്ച് മാറും. ചില പുരുഷന്മാർക്ക് ഇജാക്കുലേഷൻ ഇല്ലാതെയും ഒന്നിലധികം ഓർഗാസം അനുഭവപ്പെടാം. മൾട്ടിപ്പിൾ ഓർഗാസം സാധാരണമാണോ? അതെ. ഒന്നിലധികം ഓർഗാസം ഉണ്ടാകുന്നതും ഒരിക്കൽ മാത്രം ഓർഗാസം ഉണ്ടാകുന്നതും രണ്ടും സാധാരണ ലൈംഗിക പ്രതികരണങ്ങളാണ്. എല്ലാവർക്കും മൾട്ടിപ്പിൾ ഓർഗാസം ഉണ്ടാവണമെന്നില്ല. ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ലൈംഗിക ഉത്തേജനത്തിൻ്റെ തോത്, മാനസികമായ റിലാക്സേഷൻ, സുരക്ഷിതത്വം, പാർട്ട്ണറുമായുള്ള കംഫർട്ട്, ക്ഷീണം, സ്ട്രെസ്സ്, പ്രായം, ഹോർമോൺ മാറ്റങ്ങൾ, ചില മരുന്നുകൾ, വ്യക്തിയുടെ സ്വാഭാവിക സെക്ഷൽ റെസ്പോൺസ്. പ്രധാനമായും മൾട്ടിപ്പിൾ ഓർഗാസം ഉണ്ടാകുന്നത് ലൈംഗിക ആരോഗ്യത്തിൽ മികച്ചത് എന്നൊരർത്ഥം നൽകുന്നില്ല. ഓർഗാസത്തിൻ്റെ എണ്ണത്തേക്കാൾ സുഖകരവും സമ്മതത്തോടു കൂടിയുമുള്ള ലൈംഗിക അനുഭവമാണ് പ്രധാനപ്പെട്ടത്. മൾട്ടിപ്പിൾ ഓർഗാസം അപകടകരമാണോ? സാധാരണയായി മൾട്ടിപ്പിൾ ഓർഗാസം സ്വാഭാവികമായ ഒരു ലൈംഗിക പ്രതികരണമാണ്. അതുകൊണ്ട് ഇത് അപകടകരമല്ല. എന്നാൽ ഓർഗാസം കഴിഞ്ഞ് ശക്തമായ വേദന, അസാധാരണമായ ബ്ലീഡിംഗ്, വളരെ നീണ്ടു നിൽക്കുന്ന പെൽവിക് പെയിൻ, അസ്വസ്ഥത മാറാതെ തുടരുക എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. കൂടുതൽ ഓർഗാസം ഉള്ളത് കൂടുതൽ സെക്ഷൽ ഹെൽത്ത് നൽകുന്നു എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ട്. അതൊരിക്കലും ശരിയല്ല. ഒരാൾക്ക് ഒരു ഓർഗാസം മാത്രം ഉണ്ടായാലും അത് പൂർണ്ണമായും സാധാരണമാണ്. മറ്റൊരാൾക്ക് മൾട്ടിപ്പിൾ ഓർഗാസം ഉണ്ടായാലും അതും സാധാരണമാണ്. വ്യക്തികൾ തമ്മിലുള്ള സെക്ഷൽ റെസ്പോൺസ് വളരെ വ്യത്യസ്തമാണ്.